ഹലോ ഓൾ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ. ഞങ്ങൾ വയനാട്ടിലെ വീട്ടിൽ നിന്ന് കോഴിക്കോട് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇത് ഡിസംബർ മാസത്തിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഡിസംബർ വെക്കേഷനിൽ വന്നപ്പം പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെ ഒന്നും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ജലജ ബേക്കറിയിലേക്കാട്ടോ, കൽപ്പറ്റയുള്ള. അവിടുന്ന് കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങി വീട്ടിലേക്ക്. പിന്നെ ഞങ്ങൾ നേരെ പോയത്, ഞങ്ങൾക്ക് കുറച്ച് കാപ്പി പൊടിക്കാനുണ്ടായിരുന്നു. അപ്പം കാപ്പി പൊടിക്കാൻ വേണ്ടിയിട്ട് യെസ് ഭാരതിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു കടയിൽ അവിടെ അങ്ങനെ കാപ്പി പൊടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അവിടെ പോയി കാപ്പിയൊക്കെ പൊടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പം അങ്ങനെ അത് ആ കാറ് വരുന്ന റോഡാണ് ഊട്ടി റോഡ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഊട്ടിയിലേക്ക് അധികം ദൂരമില്ല കേട്ടോ. അത് ചുണ്ടയിലാണ് സ്ഥലം. ചുണ്ടയിൽ പണ്ട് മറ്റേ മഴയിൽ ബസ് സ്റ്റാൻഡൊക്കെ ഇടിഞ്ഞ് വീണിട്ടില്ലായിരുന്നോ, ആ സ്ഥലത്തിൻ്റെ അടുത്താണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ചുരം എത്താൻ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ദാ വിൽട്ടൺ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ ഉടനെയാണ് ചുരം വരുന്നത്. അപ്പം വയനാട് ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡയറക്റ്റ് നേരെ ചുരത്തിലേക്കാണല്ലോ കയറുന്നത്. പിന്നെ ചുരത്തിൽ അവിടെ നോർ പാർക്കിംഗ് ആയിട്ടുള്ള സ്പേസിലൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്തായി കാണാം കേട്ടോ നമുക്ക് പോകുമ്പം. പക്ഷേ ഇവിടെ നിന്നാണ് ഏറ്റവും നല്ല വ്യൂ ഉള്ളത് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സ്പോട്ടല്ല, കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ടുള്ള ഒരു സ്പോട്ടുണ്ട്. കുറച്ചധികം സ്ഥലം തന്നെ ഉണ്ട് അവിടെ. പക്ഷെ എന്നാലും അവിടെ ഭയങ്കര തിരക്ക് വരുന്നതുകൊണ്ട് ചെറിയ റോഡാണ്. അപ്പം അവിടെ അധികം പാർക്കിംഗ് അതാണ്ട് നോ പാർക്കിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കുറേ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, പാർക്ക് ചെയ്തിട്ട്. പിന്നെ അങ്ങനെ അപ്പോൾ ഇത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അവിടെ ഞങ്ങളും എപ്പോഴും ഒന്ന് നിർത്തി നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, കുറേ മുമ്പേ. അപ്പം അടുത്തൊന്നുമില്ല കേട്ടോ. അപ്പം അവിടെ നോക്കിയാൽ നല്ല ഭംഗിയിൽ കാണാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാം. മുകളിലേക്കും താഴേക്കൊക്കെ നല്ല ഡീപ്പായിട്ടുള്ളൊരു, താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലം പോലെ നമുക്ക് തോന്നും കേട്ടോ. ചുരത്തിൻ്റെ സ്റ്റാർട്ടിങ് ഏകദേശം ഒരു 800 മീറ്റേഴ്സ് അബവ് ദ സീ ലെവലാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ചുരം കംപ്ലീറ്റ് ലക്കിടി മുതൽ അടിവാരം വരെയാണ് വരുന്നത്. ഒരു 14 കിലോമീറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ അങ്ങനെ എന്താ പറയുക, ഹോട്ടലും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ ഈ ഒരു. പിന്നെ ചില സമയത്ത് ഇവിടെ ഇങ്ങനെ ലോറികൾ മറിയുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞാനിതിൽ വരുമ്പം ഇതിൽ മോനുള്ള ഫുഡൊക്കെ ആയിട്ട് വരൽ കേട്ടോ. മോൻ എന്തെങ്കിലുമൊക്കെ എടുക്കും ഫുഡ്. അപ്പോൾ അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പ്രശ്നമില്ലാതെ അങ്ങനെ പോവാം. പിന്നെ ഇതിൻ്റെ ഇടയിലൊന്നും ഹോട്ടലില്ല. ഇനി കുറേ താഴെ പോകണം. ഒരു 10 കിലോമീറ്റേഴ്സിൻ്റെ ഇടയിൽ ഒന്നും ഹോട്ടലും കാര്യങ്ങളൊന്നും വരുന്നില്ല കാര്യമായിട്ട്. ഉണ്ട്, പക്ഷേ എന്നാലും അത്ര പോരാ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെറിയ കുട്ടികൾക്കായി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കട്ടോ. ഒന്നുമില്ലെങ്കിൽ ബിസ്ക്കറ്റോ മറ്റേ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാലും മതി. അപ്പോൾ ചുരം കഴിഞ്ഞു കേട്ടോ. ചുരം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടിവാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, ആ വലിയ വണ്ടി ലോറി, ഈ ലോറി ഞങ്ങൾ ബാക്കിൽ ഞങ്ങൾ ഫ്രണ്ടിൽ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഓവർടേക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു ഭയങ്കര പണിയായിരുന്നു. ഇതിൻ്റെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡും തരുന്നില്ല. എന്നാൽ അത്ര സ്പീഡില്ല എല്ലാം താനും പോകുന്നത്. അങ്ങനെ
അപ്പം ഞങ്ങളങ്ങനെ വീട്ടിലെത്തിട്ടോ. അപ്പം ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം സ്വാതി. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.